അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ മഅ്മൂൻ രാജാവിനോട് ഒരാൾ ഉപദേശിക്കുകയാണ്. അങ്ങനെ ഉപദേശിച്ചപ്പോൾ ആ ഉപദേശിക്കുന്ന ആൾക്ക് ഈ മഅ്മൂൻ രാജാവിൻ്റെ ആ ഇടപെടൽ എന്തോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അദ്ദേഹം മഅ്മൂൻ രാജാവിനോട് ദേഷ്യപ്പെടുകയാണ്. ഒരിക്കലും ഒരു നന്മ ഉദ്ദേശിക്കുന്നവൻ, ഒരാളെ നന്നാക്കാൻ വേണ്ടി ഉപദേശിക്കുന്നവൻ ഒരിക്കലും പോലും ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിനെ തിരുത്താൻ വേണ്ടിയിട്ട് മഅ്മൂൻ രാജാവ് ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. വളരെ വിലപ്പെട്ട ഒരു വാക്കാണ്, ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അവിടുന്ന് ആ ദേഷ്യപ്പെട്ട തന്നെ ഉപദേശിക്കാമെന്ന അദ്ദേഹത്തിനോട് പറയാണ്, ഖൈറും മിൻക വഅല മൻ ഹുവ ശർറും മിന്നി. അദ്ദേഹം ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വന്നതാണല്ലോ, എന്നാൽ ഇതിനു മുമ്പ് നിങ്ങളെക്കാൾ ഖൈറായ ഒരാൾ, എന്നെക്കാൾ ഷർറായ ഒരാൾ ഉപദേശിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങളെക്കാൾ ഖൈറായ ഒരാൾ എന്നെക്കാൾ ഷർറായ ഒരാളെ ഉപദേശിച്ചിട്ടുണ്ട്. അതാരാണ്? ഫഇന്ന മൂസ വ ഹാറൂന അഫ്ളലു സ്വലാത്തി വസ്സലാമി ലമാ അർസലഹുമുല്ലാഹു തആല ഇലാ ഫിർഔന. നിങ്ങളെക്കാൾ ഖൈർ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അത് മൂസ നബി അലൈഹിസ്സലാമിനെയാണ്, അവിടുത്തെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയാണ്. അപ്പോൾ നിങ്ങളെക്കാൾ ഖൈറാണല്ലോ. നിങ്ങളെക്കാൾ ഖൈറായ ഒരു ഉപദേശകൻ ഒരാളെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു അയച്ചിട്ടുണ്ട്. ആരെടുക്കലാണെന്നറിയോ? എന്നെക്കാൾ ഷെറാണ്. ആരാണത്? ഫിർഔനാണ്. അതേ, മഅ്മൂൻ രാജാവിനേക്കാളും ആ നിനക്ക് നോക്കുമ്പോൾ ഫിർഔനല്ലേ ഏറ്റവും ഷെറ്. അപ്പം എന്നെക്കാൾ ഷെറായ ഒരാളെ, നിങ്ങളെക്കാൾ ഖൈറായ ഒരാളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അയക്കുമ്പോൾ അള്ളാഹു അവിടെ പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ രണ്ടാലും, അത് അള്ളാഹു മൂസ നബി അലൈഹി സ്വലാമിനോടും ഹാറൂൻ നബി അലൈഹി സ്വലാമിനോടും പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹത്തിനോട് നിങ്ങൾ നല്ല വാക്കുകൾ മാത്രമേ പറയണം. എന്ന് പറഞ്ഞാൽ മയത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ പറഞ്ഞു കൊടുക്കണം. ഒരാളെ ഉപദേശിക്കാൻ, ഒരാളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു സ്വഭാവം അതാണ്, ദേഷ്യപ്പെടലല്ല. അള്ളാഹുവിനെ അറിയാമല്ലോ ഫിർഔൻ ഒരു നിലക്കും നന്നാവുകയില്ല എന്ന്. എന്നിട്ട് പോലും അവനോട് സംസാരിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ വാക്ക് നല്ലതു മാത്രമേ പറയണേ, നല്ല മയത്തോടുകൂടെ മാത്രമേ പറയണേ. അതേ മയത്തോടുകൂടെ ദേഷ്യപ്പെടാതെ അദ്ദേഹത്തിനേക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അയാളത് ബോധ്യപ്പെടുമോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ്. നിങ്ങളെ സ്വഭാവം തെറ്റിക്കാൻ പാടില്ല. അതാണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ എന്നെക്കാൾ ഷർറായ ഒരാളെ, നിങ്ങളെക്കാൾ ഖൈറായ ഒരാളെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു അയച്ചപ്പോഴും അള്ളാഹു പറഞ്ഞു കൊടുത്തത് അങ്ങനെയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ മൂസ നബി അലൈഹി സ്വലാമിനേക്കാൾ ഖൈറൊന്നുമല്ലല്ലോ, ഞാൻ ഫിർഔനിനേക്കാൾ ഷർറൊന്നുമല്ലല്ലോ. അപ്പോൾ എന്നോടൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ടതുണ്ടോ എന്ന് അദ്ദേഹത്തിനെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ ചിന്തനീയമായ ഒരു വാക്കാണ്, വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എവിടെയാണോ ദേഷ്യപ്പെടേണ്ടത് അവിടെ മാത്രം നാം ദേഷ്യപ്പെടണം. ഇല്ലെങ്കിൽ നാം അതോടുകൂടെ നമ്മുടെ വിലയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മുടെ വിലയാണ് അതോടുകൂടെ കുറവായി പോകുന്നത് എന്ന് അങ്ങനെ ഒരു ബോധം കൂടി നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ചിന്തകൾ തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.